ഇന്ന് സഭയായി നാം പെന്തക്കോസ്ത് പെരുന്നാൾ ആചരിക്കുന്നു. തിരുവചന ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. പെന്തക്കോസ്തി അടിസ്ഥാനപരമായി യഹൂദന്മാരുടെ പെരുന്നാളാണ്. പെന്തക്കോസ്ത് എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാമത്തെ നാൾ എന്നാണ്. നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം 50-ാം ദിവസമാണ് ക്രൈസ്തവ സഭയ്ക്ക് പെന്തക്കോസ്ത് പെരുന്നാൾ. പരിശുദ്ധാത്മാവിനെ സഭയുടെ മേൽ അയച്ച ദിനമാണ് പെന്തക്കോസ്തി പെരുന്നാൾ. പെന്തക്കോസ്ത് നാളിൽ പല അതിശയങ്ങൾ നടക്കുന്നതായി നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. അന്യഭാഷ, ഭാഷാപരം, തീനാവുകൾ ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു. നാം അതിശയം എന്ന് പറയുന്നത് ബാഹ്യമായ കാര്യത്തിലല്ല, പ്രത്യുത ദൈവത്തിൻ്റെ ആന്തരിക കൃപയിലായിരിക്കണം. പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തനത്തിലാണ് എല്ലാവരും അതിശയിച്ചത്, അല്ലാതെ ഭാഷകളിലല്ല. വിവിധ രാജ്യങ്ങളിൽ നിന്നും വന്ന 120 പേർ യെരുശലേമിലെ മാളികമുറിയിൽ കൂടി വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഇന്ന് നാം അനുസ്മരിക്കുന്നു. 17 പ്രദേശങ്ങളെയാണ് അവിടെ പരാമർശിക്കുന്നത്. യോവേൽ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായി പത്രോസ് ശ്ലീഹ ഇതിനെ വ്യാഖ്യാനിക്കുന്നു. യോവേൽ പ്രവചനം 2-ാം അധ്യായം 22, 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളുടെ നിവർത്തീകരണം. യോവേൽ പ്രവചനത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് സകല ജഡത്തിന്മേലും പകരും. ആത്മാവ് ആഗതമാകുമ്പോൾ ലക്ഷണങ്ങൾ വ്യക്തമാണ്. രക്ഷ ദൈവത്തിൽ നിന്ന് വരുന്നു. യോവേലിൻ്റെ പ്രവചനം 700 വർഷങ്ങൾക്ക് ശേഷം പെന്തക്കോസ്ത് പെരുന്നാളിൽ നിറവേറ്റപ്പെട്ടു. യേശു പറഞ്ഞു, ഞാൻ പോയിക്കഴിഞ്ഞാൽ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങൾക്ക് അയച്ചു തരും. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നിങ്ങൾ യെരുശലേമിൽ പാർപ്പീൻ. കാത്തിരുന്നവർക്ക് ആത്മാവിനെ ലഭിക്കുന്നു. പിതാവായ ദൈവത്തിൽ നിന്നും പുറപ്പെടുന്ന ആത്മാവിൻ്റെ ശക്തിയിൽ അവർ ആയിത്തീർന്നു. പരിശുദ്ധാത്മാവ് കേവലം ശക്തിയല്ല, അത് വ്യക്തിയാണ്. ആത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു. പിതാവായ ദൈവം അയക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് കാര്യസ്ഥനും ആശ്വാസപ്രദനുമാണ്. ദൈവിക പ്രവർത്തനം ഈ ലോകത്തിൽ തുടരുന്നത് പരിശുദ്ധാത്മാവിലൂടെ ആകുന്നു. പരിശുദ്ധാത്മാവ് സാധാരണ ശക്തിയല്ല, വ്യക്തിയെന്ന തൃത്വോപദേശം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ തൃത്വോപദേശത്തിൽ വിശ്വസിക്കുന്നവരാണ്. AD 325 രൂപപ്പെടുത്തിയ നിക്കാ വിശ്വാസ പ്രമാണം വിശ്വസിച്ച് അത് പ്രഖ്യാപിക്കുകയും പ്രമാണിക്കുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. 1700 വർഷമായി അത് രൂപപ്പെടുത്തി ആ വിശ്വാസ പൈതൃകത്തിൽ സഭയായി നാം നിലനിൽക്കുന്നു. ആത്മാവെന്ന പദം യഹൂദ വേദപുസ്തകത്തിൽ 157 പ്രാവശ്യവും പുതിയ നിയമത്തിൽ കുറഞ്ഞ പക്ഷം 90 പ്രാവശ്യവും ഉപയോഗിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നവനും വരദാനങ്ങളെ സൗജന്യമായി നൽകുന്നവനുമാകുന്നു. അത് പണം കൊടുത്ത് വാങ്ങാവുന്നതല്ല. ദുർഗ്രാഹ്യമായതിനെ സുഗ്രാഹ്യമാക്കി തീർക്കുന്ന ദൈവമാണ് പരിശുദ്ധാത്മാവ്. യേശു ക്രിസ്തുവെന്ന മൂലക്കല്ലിലും അപ്പോസ്തലന്മാർ ഇട്ട അടിസ്ഥാന കല്ലിലും പണിയപ്പെടുന്ന നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ കാലാകാലങ്ങളിൽ നവീനമാക്കി മുൻപോട്ട് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ ശക്തി പ്രാപിച്ച് ജീവിതത്തെ നമുക്ക് നവീകരിക്കാം. ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉയർത്തെഴുന്നേൽപ്പും പരിശുദ്ധാത്മാവിൻ്റെ ആവാസവും ശക്തീകരണവും സഭയെന്ന വിശ്വാസ സമൂഹത്തിൻ്റെ ജീവിതശൈലിയുടെ സാക്ഷ്യമാണ്. ആത്മാവ് വരുമ്പോൾ നമ്മൾ എന്ത് സംഭവിക്കുന്നു? When the Spirit of truth comes, He will guide you into all the truth. പുത്തൻ ബോധ്യങ്ങൾ നൽകി പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുന്നു, നവീകരിക്കുന്നു. ആ കൃപയിൽ നിലനിന്ന് ക്രിസ്തീയ ജീവിതം ധന്യമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. May God bless you all.